മിശിഹായിൽ പ്രിയമുള്ള ശാലോം പ്രേക്ഷകരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം, ഒന്നാം ലേഖനം 1-ാം അധ്യായം 8 മുതൽ തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മളിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം ആത്മവഞ്ചകരാകും, നമ്മളിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. പാപത്തെ പറ്റിയും പാപ സാഹചര്യങ്ങളെ പറ്റിയും നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലെ യോനായുടെ പുസ്തകം നമുക്ക് ഒത്തിരി ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. ആ ഉൾക്കാഴ്ചകളിലേക്ക് ഒന്ന് എത്തി നോക്കുവാനാണ് നാം ഇന്ന് ശ്രമിക്കുന്നത്. യോനായുടെ പുസ്തകത്തിൽ പ്രധാനമായിട്ടും 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് യോന, മറ്റൊന്ന് നിനവയിലെ ജനങ്ങള്, മറ്റൊന്ന് താർശീശിലേക്ക് കപ്പൽ കയറി യാത്ര ചെയ്ത യാത്രക്കാർ. കർത്താവായ ദൈവം നീ നിനവേയിൽ പോയി നിനവേ നിവാസികൾക്കെതിരായിട്ട് പ്രഘോഷിക്കുക. എന്നാൽ യോന കർത്താവിനെ അനുസരിക്കാതെ നിനവേയിലേക്ക് പോകാതെ താർശീശിലേക്കുള്ള കപ്പലിൽ കയറി യാത്രയായി. കർത്താവ് ഒരു വലിയ കൊടുങ്കാറ്റ് അയച്ചു. കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ പരിഭ്രാന്തരായി. അവർ ഓരോരുത്തരും താന്താങ്ങളുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്ന് കണ്ട് അവർ കപ്പലിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് ഇട്ടു തുടങ്ങി. അങ്ങനെ താഴെ തട്ടി ചെന്നപ്പോഴത്തേക്ക് സുഖമായി ഉറങ്ങുന്ന യോനായെയാണ് കാണുന്നത്. യോനായെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. യോനായോട് ചോദിച്ചു, നീ ഇതൊന്നും അറിയുന്നില്ലേ? യോന തെറ്റൊന്ന് പരിഭ്രാന്തനായെങ്കിലും ഒന്നും തന്നെ ഏറ്റു പറയാൻ തയ്യാറായില്ല. ഉടൻ തന്നെ ആര് കാരണമാണ് ഈ അന്വർത്ഥം ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി ഒരു നറുക്കിട്ടു. നറുക്ക് യോനായ്ക്ക് വീണു. എന്നാ യോന പറഞ്ഞു, കടലും കരയും സൃഷ്ടിച്ച ദൈവത്തിന്റെ പ്രവാചകനാണ് ഞാൻ. ദൈവത്തെ അനുസരിക്കാതിരുന്നതുകൊണ്ടാണ് ഈ കപ്പലിന് ഇങ്ങനെ സംഭവിച്ചത്. എന്നെ നിങ്ങൾ കടലിലേക്ക് എറിയുക. അപ്പോൾ കൊടുങ്കാറ്റും ഒക്കെ ശാന്തമാകുകയും നിങ്ങൾ എല്ലാവരും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. എന്നാൽ അവർ യോനായെ കടലിലേക്ക് ഇടുവാൻ തയ്യാറായില്ല. കുറച്ച് വൈമനസ്യത്തോടെ അവര് യോനായെ കടലിലേക്ക് ഇട്ടു. കടൽ ശാന്തമായി, പ്രകൃതി ശാന്തമായി. ഉടൻ തന്നെ അവരെല്ലാവരും യോനായുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും യോനായുടെ ദൈവത്തിന് ബലിയർപ്പിക്കുകയും ചെയ്തു. താർശീശിലേക്ക് കപ്പലിലേക്ക് പോയ യാത്രക്കാർ ചെയ്ത പാപം അവർ ദൈവഹിതമനുസരിച്ച് ജീവിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവഹിതമനുസരിച്ച് അവർ പ്രവർത്തിച്ചപ്പോഴത്തേക്ക് അവർ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുകയും യഥാർത്ഥ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ദൈവത്തിന് ബലിയർപ്പിക്കുകയും ചെയ്തു. യോനായെ വിഴുക്കുവാൻ വേണ്ടി ഒരു തിമിംഗലത്തെ ദൈവം നിയോഗിച്ചു. തിമിംഗലം യോനായെ വിഴുങ്ങി. തിമിംഗലത്തിന്റെ ഉദരത്തിൽ ഇരുന്നു കൊണ്ട് യോന നിലവിളിച്ചു പ്രാർത്ഥിച്ചു. തന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു, തന്റെ അനുസരണക്കേട് ഏറ്റു പറഞ്ഞു. 3-ാം ദിവസം തിമിംഗലം യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. വീണ്ടും ദൈവത്തിന്റെ ഏർപ്പാട് യോനായ്ക്കുണ്ടായി. നിനവേയിൽ പോയി നിനവേക്കെതിരായിട്ട് പ്രഘോഷിക്കുക. യോന നേരെ നിനവേക്ക് പോയി നിനവേ നിവാസികളോട് പ്രഘോഷിച്ചു, ഇന്നേക്ക് 40-ാം നാൾ നിനവേ പൂർണ്ണമായി നശിപ്പിക്കപ്പെടും.
ഇത് കേട്ട നിലവേ നിവാസികൾ പശ്ചാത്തപിച്ച് ചാക്കുടുത്ത് ചാരം പൂശി ഉപസിച്ച് അവരുടെ ദുർമാർഗങ്ങളിൽ നിന്നും പിന്തിരിയുകയും അവർ തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നറിഞ്ഞ ദൈവം അവർക്കെതിരെ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ അയച്ചതുമില്ല. ഇത് കേട്ട യോന കുപിതനായി ദൈവത്തോട് തർക്കിച്ചു. ദൈവത്തോട് പറഞ്ഞു, ഇതുകൊണ്ടാണ് നീ ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിലവിലേക്ക് വരാതിരുന്നത്. നീ കരുണാമയനും സ്നേഹമയനും നീതിമാനുമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇവർ മാനസാന്തരപ്പെടുമ്പോഴത്തേക്ക് ഇവരോട് നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യമേ കേട്ട വചനഭാഗമാണ്. നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം വ്യാജം പറയുന്നവരാണ്. നാം പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകിയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമ്മളെ എല്ലാവിധ അശുദ്ധിയിൽ നിന്നും വിശുദ്ധീകരിക്കുകയും ചെയ്യും. നിലവേ നിവാസികൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചപ്പോൾ അവർ തങ്ങളുടെ പാപങ്ങൾ മാറിയെന്ന് ദൈവത്തിന് ബോധ്യമായപ്പോൾ ദൈവം അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ അയച്ചില്ല. മാത്രമല്ല അവരെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അന്തിമനാളിൽ അന്തിമ വിധി നാളിൽ നിലവേക്കാർ ഉയർത്തെഴുന്നേറ്റ് ഈ തലമുറയെ വിധിക്കുമെന്ന്. യോന വീണ്ടും പൂർണ്ണതയിലേക്ക് വന്നില്ല. നിലവേയുടെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് യോന മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. യോന അസ്വസ്ഥനായി. വെയിലിന്റെ ചൂടേറ്റ് യോന തളർന്നപ്പോഴത്തേക്ക് യോനായ്ക്ക് തണലേകുവാനായിട്ട് ദൈവം ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി പെട്ടെന്നുള്ള തണലേകി. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടി. ഇത് കേട്ട് വീണ്ടും യോന വിപതനായി. യോന കർത്താവിനോട് ചോദിച്ചു, എനിക്ക് മരിക്കണം. ഉടനെ കർത്താവ് യോനയോട് ചോദിച്ചു, നിന്റെ യാതൊരു പ്രയത്നവും ഇല്ലാതെ ഈ ചെടി കരിഞ്ഞു പോയിപ്പോൾ നീ വിപതനായെങ്കിൽ നിലവയിലെ നിരപരാധികളായ എന്റെ 1,20,000 മക്കൾ അനുതപിച്ച് പശ്ചാത്തപിച്ചപ്പോൾ ഞാൻ അവരോട് ക്ഷമിക്കണ്ടേ? അവിടെ യോനായിലുണ്ടായിരുന്ന പാപവും ദൈവം മാറ്റിക്കളയുകയാണ്. യോനായിലുണ്ടായിരുന്ന പാപം എന്തായിരുന്നു? സ്വാർത്ഥതയായിരുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള പ്രയാസമായിരുന്നു. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരായി കാണുവാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ നിനവയിലെ ജനങ്ങളുടെ മാനസാന്തരത്തിലൂടെ ദൈവം യോനായെയും മാനസാന്തരപ്പെടുത്തിയെടുത്തു. നമ്മളിന്ന് ചിന്തിക്കേണ്ടത് ഈ 3 കൂട്ടരെ കുറിച്ചാണ്. നമ്മൾ ഏത് സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്? താർഷിലേക്ക് കപ്പൽ കയറി യാത്ര ചെയ്ത യാത്രക്കാരുടെ സ്ഥാനത്താണോ? നിലവയിലെ പാപങ്ങളേറ്റ് പറഞ്ഞ് പശ്ചാത്തപിച്ച നിലവേ നിവാസികളുടെ അവസ്ഥയിലാണോ? അതോ യോനായുടെ അവസ്ഥയിലാണോ? ഈ ഏതവസ്ഥയിലായിരുന്നാലും നമ്മൾ ചെയ്യേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവഹിതമനുസരിച്ച്, ദൈവത്തെ അനുസരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് സ്വാർത്ഥതയിൽ നിന്നും മോചനം നേടി മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതി, മറ്റുള്ളവരെ നിരപരാധികളായി കരുതി ദൈവസ്നേഹത്തിൽ നിറയുക. അപ്പോഴാണ് ദൈവം നമ്മളെ നിത്യജീവന് അർഹരാക്കുന്നത്. പാപത്തിൽ നിന്നും മോചിതരാക്കി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നത്, ദൈവസ്നേഹത്താൽ നിറയിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഇതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും